പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഹാരിസയുടെ മകള് വലിയ ബേജാറിലാണ്. കാരണം തടവറയിൽ പാർപ്പിച്ചിരിക്കുന്ന തടവ് പുള്ളിയായ ഹുബൈബ് അല്പസമയം മുമ്പാണ് ഒരു കത്തി ആവശ്യപ്പെട്ടത്. കാരണം ചോദിച്ചപ്പോൾ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം നാളെ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയാണ്. നാളെ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് ഹുബൈബ് ഉള്ളത്. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ തനിക്കൊന്നൊരുങ്ങണം. തടവറയിൽ ആഴ്ചകളോളമായി താമസിക്കുന്നു. താടിയും മുടിയും വളർന്നിട്ടുണ്ട്. ശരീരത്തിലെ രഹസ്യഭാഗങ്ങളിലെ രോമങ്ങളെല്ലാം വളർന്നിട്ടുണ്ട്. പടച്ചോനെ കണ്ടുമുട്ടുമ്പോഴേ സുന്ദരനായി തന്നെ പോകണം. അത് പൊന്നു മുസ്തഫ പഠിപ്പിച്ച പാഠമാണ്. നിങ്ങളുടെ ശരീരത്തിൽ 40 ദിവസത്തിനേക്കാൾ ഏറരുത് രഹസ്യഭാഗങ്ങളിലുള്ള രോമങ്ങൾ. അതിനു മുമ്പ് തന്നെ അവകളെ നിങ്ങൾ നീക്കണം എന്ന്. അതുകൊണ്ട് ഹബീബിനെ ഏറെ സ്നേഹിക്കുന്നവർക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാതിരിക്കാനാവില്ലല്ലോ. ഇതാണ് കത്തി വാങ്ങിയതിൻ്റെ പൊരുൾ. കത്തി കൊടുത്ത് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പറക്കമുറ്റാത്ത, നടക്കാൻ പ്രായമായിട്ടില്ലാത്ത തൻ്റെ കുഞ്ഞുമോൻ നിരങ്ങി നിരങ്ങി തടവ് പുള്ളിയുടെ അരികിലെത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ കണ്ടപ്പോൾ വാത്സല്യത്തോടെ അദ്ദേഹം ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്ത് മടിയിലിരുത്തി. വന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഒരു കൈയിൽ കത്തിയും മറ്റേ കൈയിൽ മടിയിലായിട്ട് കുഞ്ഞിനെയും ഇരുത്തിയിട്ടുണ്ട്. എന്തും സംഭവിക്കാം. തടവ് പുള്ളിയാണ്. എത്രയോ തവണ പട്ടിണിക്കിട്ട ആളാണ്. അതിൻ്റെ കീർഷ്യത ഒരുപക്ഷെ പ്രതികാരമായി ഇവിടെ പെയ്യും. ബേജാറിൽ നിൽക്കുന്ന ഹാരിസയുടെ മകളെ കണ്ടപ്പോൾ ഹുബൈബ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, പേടിച്ചു പോയോ? നിങ്ങളെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന്. എന്നാലേ പേടിക്കണ്ടട്ടോ, ഒരു ബേജാറും വേണ്ട. എനിക്ക് നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, കുഞ്ഞിനെ കൊല്ലാന്നുള്ളത്, അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചതേ കുഞ്ഞുങ്ങളോട് വാത്സല്യത്തോടെയും കരുണയോടെയും പെരുമാറാനാണ്. പിന്നെ എങ്ങനെയാണ് എനിക്കത് സാധിക്കാതിരിക്കുക? ഇവിടെയാണ് നമ്മൾ ആധുനിക ജൂതന്മാരെ മനസ്സിലാക്കേണ്ടത്. ഒരു മതത്തോടും ആ മതത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അമിതമായ ഭയവും പേടിയും കാരണം അതിൽപ്പെട്ട കുഞ്ഞുങ്ങളെ, ഫലസ്തീനിയൻ ബാല്യങ്ങളെ ആയിരക്കണക്കിനാണ് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. തലമുറ തന്നെ നശിപ്പിക്കണമെന്നാണ് അവരുടെ ഉദ്ദേശം. ഇവിടെയാണ് തടവറയിൽ നാളെ കഴിമരത്തിലേറും എന്നുറപ്പുണ്ടായിരുന്നിട്ടും ആ വീട്ടിലെ തന്നെ തടവുള്ളിയായി വെച്ചിരിക്കുന്ന വീട്ടുകാരുടെ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു പ്രതികാരവും കാണിക്കാതെ മുത്തം കൊടുത്തിട്ട് തിരിച്ചയക്കുന്നത്. പലപ്പോഴും ബനു ഹാരിസക്കാരുടെ വീട്ടിലെ ആ മകൾക്ക് ഇങ്ങനെ പല അത്ഭുതങ്ങളും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പട്ടിണി കടത്തുമ്പോൾ ഇടയ്ക്കിങ്ങനെ പാളി നോക്കും എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന്. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ കൂട്ടത്തിലെ പ്രമുഖനല്ലേ ബഹുമാനപ്പെട്ട ഹുബൈബ്? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പ്രണയിച്ചവരല്ലേ? നോക്കുന്ന സമയത്ത് കണ്ട കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. നല്ല മുന്തിരിക്കുലകൾ, തലയോളം വലുപ്പമുള്ള മുന്തിരിക്കുലകൾ പഴുത്തത് ഭക്ഷിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ആ സ്ത്രീ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ, കാരണം മക്കയിൽ അക്കാലത്ത് അന്ന് മുന്തിരി കിട്ടുക സീസണല്ല. എന്നിരുന്നിട്ടും അദ്ദേഹം സ്വാദിഷ്ടമായി അത് കഴിക്കുമ്പോൾ ഉത്തരം പറഞ്ഞതേ ഇതെൻ്റെ റബ്ബ് തന്നതാണ് എന്നാണ്. നിങ്ങൾക്കൊരു പക്ഷേ എന്നെ പട്ടിണിക്കിടാം, എന്നാൽ എൻ്റെ റബ്ബെന്നെ കഴിയയില്ല. കാരണേ ഞാൻ ആ റബ്ബേറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവിനെ പ്രിയം വെക്കുന്നവരാണ്. ആ നേതാവിന് വേണ്ടിയിട്ട്, ആ നേതാവിൻ്റെ മതം പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോഴാണ് ചതിയിലൂടെ ഞങ്ങളെ കീഴ്പ്പെടുത്തിയത്. അങ്ങനെയാണ് അടിമച്ചന്തയിൽ നിന്ന് എന്നെ ഇവിടെ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അമിതമായ ആ ഒരു സ്നേഹം കാരണം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ആസ്വദിക്കുകയാണ് ഓരോ നിമിഷത്തിലും. ഒരു നിമിഷം പോലും പേടിക്കുന്നില്ല, ബേജാറാകുന്നില്ല. നാളെ കഴുമരത്തിലേറ്റാൻ കൊണ്ടുപോകുമെന്നുറപ്പായിരുന്നിട്ടും എങ്കിൽ ഒരുങ്ങിയിട്ട് പോകണം,
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുതുമണവാളനെ പോലെ ഒരുങ്ങുകയാണ്. നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ളതല്ലേ, ഒരുങ്ങിയിട്ട് പോകണം, അതാണ് ഉദ്ദേശം. ബാക്കി നാളെ പറയാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.